സർക്കാരിനെ പൊതുവിലും നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അറിയാം, ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഒക്കെ ഓർമ്മ പുതുക്കി നമ്മളെല്ലാവരും ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ന്യൂസ് 8ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അപ്പോൾ വലിയ ആഘോഷമായിരിക്കും ഇന്ന് എല്ലാ വീടുകളിലും. ബന്ധുക്കൾ എല്ലാവരും ഒത്തുകൂടി വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കി വലിയ ആഘോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ആഘോഷത്തിലും ഒക്കെ പങ്കുചേരുന്നതിനൊപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കൂടി നോക്കി പരിശോധിച്ച് മോർണിംഗ് വൈബ്സിനൊപ്പം പോകാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് നമുക്കറിയാം, പള്ളികളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടക്കും, ഈദ് ഗാഹുകളെല്ലാം സജ്ജമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ എത്താം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടി, മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിച്ച് പോകാം അല്ലേ? അപ്പോൾ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും മണ്ഡല അടിസ്ഥാനത്തിൽ CPM പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കേഡർ വോട്ടുകൾ ചോർന്നു. പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടി എന്നാണ് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നത്. ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയിൽ പ്രത്യേക പരിശോധന ഉണ്ടാകും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനും വന്നേക്കും. തെറ്റ് തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരും. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവി പരിശോധിക്കുകയാണ് CPM. എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, എന്താണ് ഇത്രത്തോളം വോട്ട് കുറയാനുള്ള, വോട്ട് ചോർന്നത് എവിടെയാണ് എന്നുള്ള ആലോചനയിലും പരിശോധനയിലും പഠനത്തിലുമൊക്കെയാണ് പാർട്ടി ഉള്ളത്. ഇനി നമ്മൾ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധി റായ് ബറേലിയോ വയനാടോ നിലനിർത്തുകയെന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ളതാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. നാളെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേ മതിയാവൂ എന്നതാണ് സാഹചര്യം. രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമാണോ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ നമുക്കൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേരുകയാണ്. ഒപ്പം CV അനുമോദും ചേരും. ആദ്യം ഞാൻ സുവി വിശ്വനാഥിലേക്കാണ് പോകുന്നത്. സുവി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഈ കാലാവധി അവസാനിക്കുകയാണ്. അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേ സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ ഒരു സൂചന നൽകിയിരുന്നു. വയനാട് ഒഴിയാനുള്ള സാധ്യതയാണ് രാഹുലിന് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ ഈ നന്ദി പ്രകടനത്തിന് വേണ്ടി രാഹുൽ വയനാട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു, വൈകാരികമായ ഒരു അടുപ്പം വയനാടുമായി തനിക്കുണ്ട്. തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിർത്തിയ ആളുകളാണ് വയനാട്ടിലുള്ളവർ. അതുകൊണ്ട് അവരെ കൈയൊഴിയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇനിയിപ്പോൾ വയനാടിന്റെ MP അല്ലെങ്കിൽ പോലും വയനാടിനൊപ്പം അദ്ദേഹം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ റായ് ബറേലി തെരഞ്ഞെടുക്കുമ്പോൾ അതിന് വിശാലമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയെ റായ് ബറേലിയിൽ നിന്ന് നയിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരിക്കാം കോൺഗ്രസിന്റെ തീരുമാനം? രാഹുൽ ഏതു മണ്ഡലം എടുക്കും? റായ് ബറേലി തന്നെയല്ലേ മുന്നിലുള്ള സൂചന? ആര്യ, രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാണ് കരുതുന്നത്. അത് റായ്ബറേലി ആയിരിക്കുമോ വയനാടായിരിക്കുമോ എന്ന കാര്യത്തിൽ ഏറെ ദിവസങ്ങളായി ചർച്ചകളും ഊഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലതവണ വയനാട് വിട്ടേക്കും എന്ന സൂചനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനകൾ നടത്തുന്ന സാഹചര്യം കൂടിയുണ്ടായി. പക്ഷേ അപ്പോഴും ഒരു ഔദ്യോഗിക തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രസ്താവനയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയില്ല. ഏതായാലും രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇന്ന് ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലുമാണ് മത്സരിച്ചത്. റായ്ബറേലി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും കോൺഗ്രസിനെ വിജയിപ്പിച്ച മണ്ഡലമാണ്.
2004 മുതൽ 2019 വരെ സോണിയാഗാന്ധിയാണ് ഇവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിൽ എത്തുന്നത്. ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുകയും അവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിജയിച്ചു കയറുന്നു. അവിടുത്തെ ഈ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന 5 നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിനൊപ്പമില്ല എന്നൊരു സവിശേഷത കൂടിയുണ്ട്. പക്ഷെ അവിടെ മികച്ച വിജയത്തോടു കൂടിയാണ് രാഹുൽ വിജയിച്ചു കയറിയത്. ഒപ്പം ഗാന്ധി കുടുംബത്തിന് ഏറ്റവും പാരമ്പര്യമുള്ള മണ്ഡലം നിലനിർത്തുക എന്ന കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള താല്പര്യം കൂടെ മുൻനിർത്തി റായ്ബറേലി കൂടെ നിർത്താനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒപ്പം ഇന്ദിരാഗാന്ധി ഒരു തവണ മാത്രമാണ് റായ്ബറേലിയിൽ മത്സരിച്ചപ്പോഴെല്ലാം തന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്നു. അതിലൊരു തവണ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മത്സരിപ്പിച്ചപ്പോൾ മാത്രമാണ് റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി തോറ്റത് എന്നൊരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലായ്പ്പോഴും ചില അവസരങ്ങളിലൊഴികെ എല്ലായ്പ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തെ കൂടെ നിർത്തുക എന്നായിരിക്കും കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്നാണ് അറിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏത് മണ്ഡലമാണ് നിലനിർത്തുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്ന് നേരത്തെ തന്നെ എന്ന ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ ഭാഗമായി ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഒപ്പം വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് വിജയിക്കുമോ എന്ന ഒരു സംശയം ഉണ്ടായ ഘട്ടത്തിലാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതും അവിടെ ഒരു വികാരപരമായ ബന്ധം വയനാടിനോട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മികച്ച വിജയം തന്നെ രാഹുൽ ഇവിടെ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറാൻ സാധിച്ചത്. രണ്ടാം തവണ അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നില്ല എങ്കിലും വയനാട്ടുകാരുടെ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി പോവുകയാണെങ്കിൽ പകരം ആരെ നൽകും എന്ന ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യമായ ഒരു പോരാട്ടത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമോ? അങ്ങനെ ചില സൂചനകൾ കൂടെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധി മാറുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ വയനാടിന് തരുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, തീർച്ചയായും സുവി സൂചിപ്പിച്ചതുപോലെ തന്നെ റായ്ബറേലി നിലനിർത്തണമെന്ന പാർട്ടിയിലെ വികാരം അത് രാഹുൽ ഗാന്ധി മാനിക്കുമോ, അതോ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന വയനാട്ടിൽ രാഹുൽ തുടരുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളവും. ഇനി നമുക്ക് അനുമോദിലേക്ക് കൂടി പോകാം. അനുമോദിലേക്ക് വരുമ്പോൾ, അതായത് ഈ വയനാടിന്റെ ഒരു പൾസ് പരിശോധിച്ചാൽ അനുമോദ്, എന്താണ് ഈ ജനങ്ങളുടെ ഒരു വികാരം? അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ട അവരുടെ ജനപ്രതിനിധിയാണ്. അവിടെ രാഹുൽ ഗാന്ധി വിടുകയാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയ മാനത്തിനപ്പുറം ഉള്ള വൈകാരികമായ ഒരു പ്രതികരണം ഒരുപക്ഷെ സ്വാഭാവികമായി സാധാരണക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോലും അത്തരത്തിൽ അദ്ദേഹം വളരെ വികാരാധീതനായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്താണ് വയനാടിന്റെ ഒരു പൾസ്? ഈ രാഷ്ട്രീയ അവലോകനങ്ങൾക്കപ്പുറം എന്താണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്? അനുമോദ്. ഗുഡ് മോർണിംഗ് ആര്യ. നമുക്കറിയാം രാഹുൽ ഗാന്ധിയും വയനാടുമായിട്ടുള്ള ബന്ധം അത് രാഹുലിന് വളരെ പ്രിയപ്പെട്ടതാണ്, ഏറെ വൈകാരികമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാട് എത്തിയപ്പോൾ രണ്ടിടങ്ങളിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ. താനൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോൾ കൂടെ നിന്നവരാണ് ഈ ജനങ്ങൾ. തനിക്ക് വീടില്ലാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ വീട് എടുത്തോളൂ എന്ന് പറഞ്ഞവരാണ് വയനാട്ടുകാർ. അതേപോലെ അത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു വയനാടിനെ. പക്ഷേ അപ്പോഴും ഒരു റായ്ബറേലിയോ വയനാടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും അതിന് ഉത്തരം പറയാം, പക്ഷേ തനിക്ക് മാത്രം ഇതറിയുന്നില്ല എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഒരു വയനാട്ടിലെ സ്വീകരണത്തിൽ തന്നെ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും വയനാട് രാഹുൽ ഗാന്ധി വിടും എന്ന വ്യക്തമായ സൂചന അദ്ദേഹം നൽകിയിരുന്നു. കാരണം ദേശീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയിലെ വയനാട്ടിൽ വന്നൊരു പക്ഷേ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞേക്കില്ല എന്ന ഒരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത് സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം
കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ലെങ്കിലും വലിയ ഒരു ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഇത്തവണയും പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. അതേ ഒരു സമയം രാഹുൽ വയനാട് വിടുകയാണെങ്കിൽ പകരം ആരെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സംസ്ഥാന കോൺഗ്രസിനെ തന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണത്. കാരണം രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വരികയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നടക്കും. പക്ഷേ അതല്ല, പ്രിയങ്ക വരുന്നില്ല എങ്കിൽ വീണ്ടും ഈ ഒരു സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കും, വലിയ ബഹളങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സീറ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ പലരും രംഗത്തുണ്ട്. എം ഹസൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരിൽ നിന്നുള്ള ആര്യാടൻ ഷൗക്കത്ത്, KP ഷൗക്കത്ത് അലി, ഇതിനെല്ലാം പുറമെ ഒരുപക്ഷെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഈ ഒരു സ്ഥാനത്തിലേക്ക് സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തും. സാമുദായിക സംഘടനകളും ഈ ഒരു വിഷയത്തിൽ അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് മുസ്ലിം സംഘടനകളും ക്രൈസ്തവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ അവരുടെ അഭിപ്രായമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വ്യക്തി കെ മുരളീധരൻ്റെ പേരൊക്കെ സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കെ മുരളീധരനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെങ്കിൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ തന്നെ ആ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുകളിൽ വരും. ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയുടെ സാന്നിധ്യം കോൺഗ്രസിനും ഉത്തരേന്ത്യയിൽ രാഹുലിൻ്റെ സാന്നിധ്യം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജമാകുമെന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതായത് ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ രാഹുലും. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് എല്ലായിടത്തും എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക തന്നെ മത്സരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കേരളത്തിലെ അതെ, ഈ പ്രിയങ്ക ഗാന്ധി തന്നെ അവിടേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടി അനുമോദ്. അതായത് നേരത്തെ ഈ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു താൻ അവിടെ നിന്ന് ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പകരം വയനാടിനെ നയിക്കാൻ അവിടേക്ക് എത്തും എന്നുള്ളതാണ്. ഇവിടെ ഈ രാഹുൽ ഒഴിയുന്നതിനോട് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കണക്കാക്കുന്നത് വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതായത് രാഹുൽ വയനാട്ടുകാരെ ചതിച്ചു എന്ന രീതിയിലാണ് ഈ ഒരു വിഷയത്തെ അവർ നോക്കിക്കാണുന്നതും അത് ആയുധമാക്കാനും കൂടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് സാഹചര്യം ഒരുക്കുന്നുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കപ്പുറം മറ്റൊരു സംസ്ഥാന തലത്തിലെ ഒരു മുഖത്തിനപ്പുറം ഒരു ദേശീയ മുഖം തന്നെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത അതായിരിക്കാം കോൺഗ്രസിന് ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് നിലനിർത്താൻ കൂടുതൽ സഹായിക്കുക എന്നുകൂടി തോന്നുന്നുണ്ട്, അല്ലേ അനുമോദ്? തീർച്ചയായും രാഹുലിന്റെ പകരം പ്രിയങ്ക വരികയാണെങ്കിൽ കേരളത്തിലും അതേപോലെ കേന്ദ്രത്തിലും ഈ വിഷയങ്ങൾ കുറെ കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും. അതല്ലെങ്കിൽ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ രാഹുൽ ഇവിടം വിട്ടു പോയതും കേന്ദ്ര നേതാക്കൾ ഇവിടെ എത്താത്തതും പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന പാർട്ടികൾ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷവും BJPയും അത് വലിയ തോതിൽ തന്നെ പ്രചാരണ വിഷയമാക്കും. ഈ വയനാടിനെ ഉപേക്ഷിച്ചു പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന പ്രചരണം ശക്തമാകും. അതൊക്കെ തന്നെ പ്രതിരോധിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും. വയനാട് കോൺഗ്രസിന് UDFന് മെജോറിറ്റിയുള്ള മണ്ഡലമാണ്, ശക്തമായ അടിത്തറയുമുണ്ട്. പക്ഷേ ഈ ഒരു പ്രചരണം രാഹുലിന് ദോഷം ചെയ്യുന്നതാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ വളരെ വൈകാരികമായിട്ട് വയനാടിനെ ചേർത്ത് നിർത്തുമ്പോഴും രാഹുൽ വീടം വിട്ടു പോകുന്നത് ഒരു തരത്തിൽ വയനാട്ടിലെ UDF വരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുക എന്നത് രാഹുലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അദ്ദേഹം വയനാട്ടിലെ 2 പരിപാടികളിലും അദ്ദേഹം അവസാനിപ്പിച്ചത് വയനാടിനും റായ്ബറേലിക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാകും, സന്തോഷം നൽകുന്നതാകും തൻ്റെ തീരുമാനം എന്നുള്ളതാണ്. അതായത് ആരെയും വേദനിപ്പിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ രാഹുൽ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക എത്രമാത്രം ദക്ഷിണേന്ത്യയിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം വ്യക്തമായൊരു മറുപടി അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. രാഹുലിൻ്റെ സമ്മർദ്ദമുണ്ടാകാം പ്രിയങ്കയുടെ മേൽ. അത് എത്രമാത്രം ഒരു വയനാട്ടിലേക്ക് വരാൻ പ്രിയങ്കയെ ആ ഒരു സമ്മർദ്ദം മാത്രം സഹായിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തുതന്നെയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ മറ്റാര് വന്നാലും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പ്രചരണ രംഗത്തും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടൊരു സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ പറഞ്ഞത് 2 ഇടങ്ങളിലും വോട്ടർമാർക്ക് വിഷമമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ അതിന് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് രാഹുലിന് പകരം മത്സരിക്കാൻ വയനാട്ടിൽ ഏറ്റവും യോഗ്യയായാൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇതിൽ തീരുമാനം വരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയാണ്.
ആര്യ. തീർച്ചയായും CV അനുമോദും സുവി വിശ്വനാഥുമാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. അതോടൊപ്പം രാഹുൽ ഇനി ഒഴിയുകയാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുക എന്നുള്ള വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് റായ്ബറേലി തെരഞ്ഞെടുത്താൽ വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ദേശീയ മുഖം തന്നെ പ്രതീക്ഷിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെ എത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഉള്ളത്. അത്തരത്തിലൊരു ആവശ്യം കൂടി പ്രാദേശിക നേതാക്കൾ കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്ത സമഗ്രമായി ഒന്നുകൂടി പരിശോധിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും മണ്ഡലാടിസ്ഥാനത്തിൽ CPM പരിശോധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേഡർ വോട്ടുകൾ ചോർന്നു. പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നിരിക്കുകയാണ്. ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയിൽ പ്രത്യേക പരിശോധന ഉണ്ടാകും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനും വന്നേക്കും. തെറ്റുതിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരും. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, പാർട്ടിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കും എന്നുള്ള വലിയ ആലോചനയിലാണ്. ഈ സ്വന്തം അനുഭാവികളുടെ വോട്ട് പോലും ചോർന്നുപോയി എന്ന് വിലയിരുത്തപ്പെടേണ്ട സാഹചര്യത്തിൽ എത്തുമ്പോൾ എങ്ങനെ തിരുത്തും പാർട്ടി? ഇത് എന്താണ് ആലോചിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, തുടർച്ചയായ 2ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമാണ് വലിയ തിരിച്ചടി CPM നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഘടകകക്ഷി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ ഒഴിയണമെന്നുള്ള ആവശ്യം ഉയർത്തുന്നു. കൂടാതെ CPM-നെതിരെ പ്രധാനപ്പെട്ട നേതാക്കൾ, കഴിഞ്ഞ ദിവസം തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ കൂടി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. രാത്രി വൈകിയും ആ യോഗം ചേരുകയും ഇതിന്റെ ഈ പരാജയ കാര്യങ്ങൾ വിശദമായി പാർട്ടി പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൻ തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPM. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സെക്രട്ടേറിയറ്റ് ചർച്ച നടക്കുന്നത്. ഇത് പാർട്ടി വോട്ട് ചോർന്ന മേഖലയിൽ പ്രത്യേക പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സെക്രട്ടേറിയറ്റ് എത്തുകയും ചെയ്തിട്ടുണ്ട്. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആലപ്പുഴ സീറ്റ് പോലും കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. കൂടാതെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നെന്താണ് എന്നുള്ള കാര്യം കൂടി CPM പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഇത്രയും വലിയ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും BJP-യുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും യോഗത്തിൽ വിമർശനം ഉയർത്തുന്നത്. കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളടക്കം വോട്ട് കൊടുത്തത് വിശദമായി പരിശോധിക്കണമെന്നും PBയും നേരത്തെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും ഇന്നലെയായിട്ട് യോഗം ചേരുകയും ചെയ്തത്. ഇന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരും. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമിതിയിൽ നടപടിക്കുള്ള ശുപാർശ അടക്കം കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പാർട്ടി അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ചോർച്ച, വോട്ടിലെ കുറവ്, ഇതെല്ലാം അടക്കം പരിശോധിക്കാനായി CPM ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ. അതെ, പരിശോധിക്കുമ്പോൾ മിഥുൻ, ഈ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഈ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഭരണവിരുദ്ധ വികാരമാണ്, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് എന്നുള്ള തരത്തിൽ അവലോകനങ്ങൾ വരുന്നുണ്ട് ഈ പ്രാഥമികമായും. അത് കഴിഞ്ഞ ദിവസം CPI ജില്ലാ കൗൺസിൽ ചേർന്നപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുകൂടി ആ ഒരു അവലോകനം, അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നു. പാർട്ടിക്കുള്ളിലും അത്തരത്തിലൊരു അവലോകനം അത് ശക്തമാകുന്നില്ലേ മിഥുൻ? ആര്യ, തീർച്ചയായും. അതായത് നമുക്കറിയാം, ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഒപ്പം തന്നെ ഈ ഒരു വലിയ തിരിച്ചടിയിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തോമസ് ഐസക് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വലിയ ആഘാതത്തിന്, വലിയ തിരിച്ചടിക്ക് കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കണം. കാരണം ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നു. പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളാണ്, അല്ലാതെ പാർട്ടിക്കാരല്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. അവർ പറയുന്നത് വല്ലപ്പോഴെങ്കിലും അത് പരിശോധിക്കാൻ തയ്യാറാണ്. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സർക്കാരിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള എക്സലോജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണമാണ്. അതിൽ വലിയ രീതിയിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുത്തിട്ടുള്ള സമീപനം അത് ലഭിക്കാതെ വന്നത് തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ
ജനങ്ങൾ കൃത്യമായി അവരുടെ വോട്ട് ചെയ്യാത്ത തരത്തിലേക്ക് പോയി. കൂടാതെ പാർട്ടിയുടെ വോട്ടുകൾക്ക് പുറമെ ഈ പാർട്ടിയുടെ പുറമെ നേരത്തെ പാർട്ടിക്കൊപ്പം നിന്നിരുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇത്തവണ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു സമഗ്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്നു, ഘടകകക്ഷികൾ ഉയർത്തിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നുള്ള ആവശ്യം ഘടകകക്ഷികൾ പല ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ CPI അടക്കമുള്ള പ്രധാന ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു വിമർശനം നിലനിൽക്കുക കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഈ തോൽവിയുടെ ആഘാതം വിശദമായി പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP 11 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിരുന്നു, 8 മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് CPM-നെ സംബന്ധിച്ചും ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പാർട്ടി കേന്ദ്രങ്ങളിൽ BJP വോട്ട് വർദ്ധിപ്പിച്ചു, ഇരട്ടിയാക്കി വോട്ട് വർദ്ധിപ്പിച്ചു. പാർട്ടിയുടെ മന്ത്രിമാർ തന്നെ മൂന്ന് മന്ത്രിമാർ മണ്ഡലങ്ങളിൽ പോലും ഒന്നാമതെത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തു. ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി, ഇത് ഈ വലിയ ആഘാതം എങ്ങനെ തിരിച്ചറിയാതെ പോയി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. വലിയ വിമർശനം ഉയരുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പരിശോധനയ്ക്ക് തയ്യാറാകാൻ വേണ്ടി തീരുമാനിച്ചത്. മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ, അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കാതെ പോയത്, ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിൽ കമ്മീഷനെ ഉയർത്തുക. ഒപ്പം തന്നെ സംസ്ഥാന സമിതിക്ക് ഈ സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ നടപടിക്ക് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അവിടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശുപാർശ, അതായത് ഒരു നടപടി ശുപാർശയ്ക്ക് കൂടി സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നും സെക്രട്ടേറിയറ്റ് യോഗം തുടരും. നാളെ മുതൽ 3 ദിവസം സംസ്ഥാന സമിതിയും ചേരും. ആര്യ. ശരി, MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി, ശക്തി കേന്ദ്രങ്ങളിൽ പോലും പിന്നിലായി പോയത് പാർട്ടി പഠിക്കുകയാണ്. CPM അത് ഏത് തരത്തിൽ തിരുത്തും എന്നുള്ളത് നോക്കിക്കാണുന്നു. എന്തായാലും യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് സസ്പെൻസ് തുടരുന്നു. പദവിയിലേക്ക് TDP പിന്തുണച്ച് ഇന്ത്യ സഖ്യം രംഗത്ത് വന്നു. TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം അറിയിച്ചു. ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന NDA യോഗത്തിലും ഈ വിഷയം ചർച്ചയായി. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ടേമിൽ BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതായത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ടേമുകളിലെ പോലെ സാധിക്കില്ല. ഘടകകക്ഷികളുടെ കൂടെ തീരുമാനത്തിനും അവരുടെ അഭിപ്രായങ്ങൾക്കുമൊക്കെ അത്രത്തോളം മൂല്യമുള്ള ഒരു സാഹചര്യമാണ്. TDPയെ സ്പീക്കറാക്കണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഇന്ത്യ സഖ്യം കൂടി എത്തുമ്പോൾ അത് വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നില്ലേ BJP? എന്താണ് അവരുടെ ഒരു നിലപാട്? എങ്ങനെയാകാം ഈ രാഷ്ട്രീയ കളം ഇനി നീങ്ങുക? ഈ 3ാം ടേമിലെ ആര്യ പറഞ്ഞ മോദിയുടെ ആ ദൗർബല്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ മുതലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം TDP സ്ഥാനാർത്ഥിയെ സ്പീക്കറായി TDP സ്ഥാനാർത്ഥി വന്നാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്തിന്റെ പ്രസ്താവന. TDP നേരത്തെ തന്നെ സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ JDU ആകട്ടെ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന പ്രസ്താവനയുമായി നേരത്തെ രംഗത്ത് വന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ TDP ഇപ്പോഴും സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ വാജ്പേയി മന്ത്രിസഭയിലൊക്കെ TDP സ്പീക്കർ സ്ഥാനത്ത് ഇടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. മറ്റൊരു പ്രശ്നം ഉള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ പലപ്പോഴും ആവർത്തിക്കുന്നത് സ്പീക്കർ സ്ഥാനം BJPക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ TDP JDU പോലുള്ള കക്ഷികളെ പിളർത്താൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിനിടയിലാണ് TDPയുടെ ഒരു പ്രസ്താവന വന്നത്. NDA സഖ്യം കൂട്ടായി വേണം സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനമെടുക്കാൻ, അല്ലാതെ BJP ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കരുത് എന്ന പ്രസ്താവന വന്നതുകൂടി ചേർത്തപ്പോഴാണ് ഇത്തരത്തിൽ NDAയിൽ അസ്വാരസ്യം സൃഷ്ടിക്കാനായി പ്രതിപക്ഷം ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. അമിത്ഷായും നഡ്ഡയും ചിരാഗ് പാസ്വാനും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ആ യോഗത്തിൽ ഈ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ചർച്ച വന്നു എന്നാണ്. പക്ഷേ തീരുമാനം വ്യക്തമായി പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ NDAയിലെ ഘടകകക്ഷികളായ TDPക്കും JDUവിനും വ്യത്യസ്ത നിലപാടുകൾ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാനാകുമെന്നാണ് NDAയുടെ തീരുമാനം. അത് NDAയുടെ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ്. ഈ നിലപാട് TDPയുടെ ഇപ്പോഴത്തെ അവരുടെ സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യവും അവർ കൂട്ടായി തീരുമാനിക്കണം NDA എന്ന നിലപാടും അത് മുതലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. LJD, TDP, JDU, LJP, RLD തുടങ്ങിയ സഖ്യകക്ഷികളെ പിളർത്താൻ ഇടയുണ്ട് എന്നാണ് സഞ്ജയ് റാവുത്ത് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനം BJP കിട്ടിയാൽ അങ്ങനെ ഈ
സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അന്ന് ഇന്ത്യ സഖ്യം ഇനി ആ വിഷയത്തിൽ മുന്നോട്ടില്ല എന്ന് പറയുമ്പോഴും NDAയിൽ ഉണ്ടാകുന്ന ഓരോ അസ്വസ്ഥതകളും അത് പ്രയോജനപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണം എന്ന ആവശ്യവും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നൽകിയില്ല എങ്കിൽ സ്പീക്കർ സ്ഥാനാർത്ഥി അടക്കം നിർത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏതായാലും 26-നാണ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ അജണ്ട. അടുത്ത മാസം 3 വരെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ സമ്മേളനം നീളും. അതിനിടയ്ക്ക് നിരവധിയായ സസ്പെൻസുകൾ പ്രതീക്ഷിക്കാം. ആര്യ, രഞ്ജിത്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്പീക്കർ പദവിയിൽ അത് BJP വരികയാണെന്നുണ്ടെങ്കിൽ ഈ നിലവിലെ BJPയുടെ ദൗർബല്യമാണല്ലോ ഇന്ത്യ സഖ്യം അത് മുതൽക്കൂട്ടാക്കാൻ നോക്കുന്നത്, ആയുധമാക്കാൻ നോക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ JDUവിനെയും TDPയെയും BJP സ്പീക്കർ പദവിയിലേക്ക് എത്തുകയാണെങ്കിൽ JDUവിനെയും TDPയെയും പിളർത്തിക്കൊണ്ട് കുതിരക്കച്ചവടം നടത്തി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കാം. അത്തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടി ആലോചനയിലുണ്ട്. നേരത്തെ ഈ അശോക് ഗെഹ്ലോട്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു തരത്തിലുള്ള പരാമർശമൊക്കെ നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. ആര്യ, ഏതായാലും ഇപ്പോൾ NDA സഖ്യ സർക്കാരിൽ തൽക്കാലം പ്രതിസന്ധികളൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഘടകകക്ഷികളും ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊന്നും അതൃപ്തി അറിയിച്ച പശ്ചാത്തലമില്ല. നമുക്കറിയാം TDP ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു കഴിഞ്ഞു. അദ്ദേഹം കൂടുതലും പ്രതീക്ഷിക്കുന്നത് ആന്ധ്രയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികൾ തന്നെയാണ്. അതുപോലെ JDU ആകട്ടെ നിതീഷ് കുമാറിന് തൽക്കാലം കേന്ദ്രത്തിൽ താല്പര്യമില്ല. അദ്ദേഹവും ഈ ബീഹാറുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പാക്കേജുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യം തുടർച്ചയായി പറയുന്ന കാര്യം ഈ സഖ്യകക്ഷികളെ പിളർത്താനുള്ള സാഹചര്യമാണ്. BJP തലത്തിലും ഇപ്പോൾ തൽക്കാലം അത്തരം ചില ആലോചനകളൊന്നുമില്ല. കാരണം ഈ സഖ്യത്തിന്റെ വിശ്വാസം സംബന്ധിച്ച് രാജ്നാഥ് സിംഗും JP നഡ്ഡയും അമിത്ഷായും ഒക്കെ പലതവണ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കിട്ടുന്ന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. അവിടെയാണ് ഈ സഞ്ജയ് റാവുത്ത് പോലെയുള്ള ശിവസേനയുടെ ഉദ്ധവ് പക്ഷ നേതാവ് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ നേരത്തെ തന്നെ സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ സർക്കാർ രൂപീകരണത്തിൽ ശ്രമിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷി തന്നെയാണ് ശിവസേനയും മമതാ ബാനർജിയുമാണ് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് തൽക്കാലം അത്തരത്തിൽ ഇപ്പോഴത്തെ NDA സർക്കാരിനെ താഴെയിടാനുള്ള പദ്ധതികൾക്കൊന്നും തൽക്കാലം ആസൂത്രണം ചെയ്തിട്ടില്ല. അതൊരു പക്ഷേ ഭാവിയിൽ സംഭവിച്ചേക്കാം അത്തരം ചില നീക്കങ്ങൾ. പക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതായത് അതടക്കമുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെ പരമാവധി മുതലെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാർ ഇടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കാർ ഓടിച്ചിരുന്ന അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വാഹനം ഇടിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് FIRൽ പറയുന്നു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ് പാലക്കാട് നിന്ന്. വിനേഷ്, നമ്മളെ എല്ലാം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. 19കാരൻ കഴിഞ്ഞ ദിവസം പ്രധാന പ്രതി പിടിയിലായിരുന്നു. ഇപ്പോൾ അലന്റെ കൂട്ടുകാരൻ സുഹൃത്തുകൂടി ഈ ഒരു വിഷയത്തിൽ പിടിയിലായിരിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ വരുന്നത്? ആര്യ, പാലക്കാട് തൃത്താലയിൽ നിർത്തിയിട്ട വാഹനം പരിശോധിക്കാനെത്തിയ SIയെ കാറ് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ആദ്യം അലനാണ് പിടിയിലായത്. കാർ ഓടിച്ചിരുന്ന അലൻ പിടിയിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒറ്റപ്പാലം സ്വദേശിയായ അജീഷിനെ തൃത്താല പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ തൃശ്ശൂരിൽ വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട അജീഷിന് തൃശ്ശൂരിൽ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അലനും അജീഷും കാറിലിരുന്ന് ലഹരി കൈമാറുകയായിരുന്നോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് തങ്ങൾ മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് പോലീസ് വന്നത്, പോലീസ് അവിടെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിപ്പോയതാണ് എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും കാറ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ തൃത്താല ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരവും ഇന്ന് നടക്കും. ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, നാട് വിട നൽകുകയാണ് ഇപ്പോൾ സജു ജോർജിനും അതോടൊപ്പം സിബിൻ എബ്രഹാമിനും. ഇന്ന് സംസ്കാരം നടക്കും. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ ശശിനാരായണൻ. രണ്ടുപേരുടെ സംസ്കാരമാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്. കോന്നി സ്വദേശി സജു വർഗീസിന്റെയും കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രാമിന്റെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. അട്ടച്ചാക്കൽ സെന്റ് തോമസ് ചർച്ചിലാണ് സജു വർഗീസിന്റെ സംസ്കാരം നടക്കുക. നിലവിൽ 12 മണിയോടുകൂടി മൃതദേഹം കോന്നി അട്ടച്ചാക്കലിലെ വസതിയിലെത്തിക്കും. 2 മണിയോടുകൂടി സംസ്കാരം നടത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും മൗണ്ട് സിയോൺ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് സിബിൻ ടി എബ്രാമിന്റെയും സംസ്കാരം നടക്കേണ്ടിയത്. പക്ഷേ രാവിലെ 8 മണിക്ക് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നു. രാവിലെ 8 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും. 11 മണിക്ക് പൊതുദർശനം, 11 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 2:00 കൂടിയാണ് സിബിന്റെ സംസ്കാരം നടക്കുന്നത്. സെന്റ് തോമസ് മർത്തോമ ചർച്ചിലാണ് സംസ്കാരം നടന്നത്. ഈ 2 പേരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. എന്തായാലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. സജു എബ്രഹാം കഴിഞ്ഞ 22 വർഷമായി കുവൈറ്റിൽ തന്നെയാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അടുത്ത സമയത്താണ് നാട്ടിൽ വന്നതിന് പ്രദേശമാണ് ഇത്തരം ദുരന്തം സംഭവിക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തിൽ വലിയ ദുഃഖത്തിലാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും. 2 മണിക്ക് തന്നെ മൃതദേഹം കൊണ്ടുവരുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ള. സംസ്കാര ചടങ്ങുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ 2 പേരുടെയും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 8 മണിക്കും സിബിന്റെ മൃതദേഹം കൊണ്ടുവരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അറിയാം. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോയാൽ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അവിടെ പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങും ഇന്നാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മളെ എല്ലാം വേദനിപ്പിച്ച വലിയൊരു ദുരന്തമാണ് കുവൈറ്റ് ദുരന്തം. അതിൽ മരണമടഞ്ഞ സ്റ്റെഫിൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെഫിൻ്റെ മരണവാർത്ത വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞതാണ് 29 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, സ്വപ്നങ്ങൾ കണ്ടതൊക്കെ യാഥാർത്ഥ്യമാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റെഫിൻ്റെ പണി പൂർത്തിയായ വീട് അത് നമ്മൾ പ്രേക്ഷകരിലേക്കൊക്കെ എത്തിച്ചതാണ്. അവിടെ കയറി ഗൃഹപ്രവേശം നടത്തി താമസിക്കാനുള്ള ഒരു ഭാഗ്യം സ്റ്റെഫിന് ലഭിച്ചില്ല. അതൊക്കെ ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ്, തീരാ ദുഃഖമാണ്. ഇന്ന് സ്റ്റെഫിന്റെ സംസ്കാരം നടക്കുകയാണ്. എങ്ങനെയാണ് ചടങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ആദ്യം തീർച്ചയായും വളരെ വേദനിപ്പിക്കുന്നതാണ്. ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്. അത് വേദനിപ്പിക്കുന്ന കഥകൾ തന്നെയാണ്. സ്റ്റെഫിനെ സംബന്ധിച്ച് പണി ഏതാണ്ട് പൂർത്തിയായ വീട്, ആ വീട്ടിലേക്ക് ഇന്ന് ചേതനയേറ്റ സ്റ്റെഫിന്റെ ശരീരമാണ് എത്തുന്നത്. ഇപ്പോൾ കോട്ടയം മന്ദിരം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക്, പാമ്പാടിയിലെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 1/2 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ മോർച്ചറിക്ക് മുന്നിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്കുള്ള വിലാപയാത്രയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പാമ്പാടിയിലെ വീട്ടിലെത്തിയാൽ അതിനുശേഷം ഈ സ്റ്റെഫിൻ പുതിയതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അതിനുശേഷം അവിടെയും ഒരു 1/2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഏതാണ്ട് 9 മണിയോടുകൂടി ഈ കൂടുതൽ സൗകര്യങ്ങളുള്ള ബദൽ പള്ളിയുടെ പാരിഷ് ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. 2 മണിയോടുകൂടി ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇന്ന് രാവിലെയും വേദനയോടുകൂടി മോർച്ചറിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്റ്റെഫിനെ സംബന്ധിച്ച് അടുത്ത മാസം വരാനിരുന്നതാണ്. പുതിയ കാർ ബുക്ക് ചെയ്തു. സ്റ്റെഫിന്റെ മരണമുണ്ടായ ദിവസം തന്നെ അത് വീട്ടിലെത്തി. അത്രത്തോളം തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇനി നമ്മൾ പോകുന്നത് പെരുന്നാൾ കാഴ്ചകളിലേക്കാണ്. അവിടെ ഈദ്ഗാഹുകളിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഇപ്പോൾ നടൻ മമ്മൂട്ടി എത്തുന്നതിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈദ് മുബാറക്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ദേ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക അവിടെ എത്തി പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ ആഘോഷം. എങ്ങനെയാണ് ആഘോഷത്തിന്റെ ആരവം അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? പെരുന്നാൾ ആശംസകൾ. എന്തായാലും നമ്മൾ ഇപ്പോൾ അല്പം മുമ്പ് കണ്ടത് സംസ്ഥാന മമ്മൂട്ടി പെരുന്നാൾ നിസ്കാരങ്ങൾ പൂർത്തിയാക്കി പോവുകയാണ്. ഇവിടെ കടവന്ത്രയിലുള്ള സലഫി ജുമാ മസ്ജിദിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എത്തിയത്. ആ ചടങ്ങുകൾ അത് പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. പൊതുവിൽ വലിയ ഒരു ആഘോഷ അന്തരീക്ഷങ്ങളിലേക്ക് തന്നെയാണ് നഗരമെങ്കിലും ഇതിൽ സാധാരണഗതിയിൽ നടക്കാറുള്ള ഈദ്ഗാഹുകൾ അത് വലിയ രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരത്തെല്ലാം തന്നെ വലിയ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ മഴയുടെ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള വിപുലമായ ഈദ്ഗാഹുകൾ നഗരത്തിൽ നന്നേ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പെരുന്നാൾ നിസ്കാരങ്ങൾ തന്നെ നടന്നത്. പലയിടങ്ങളിലും ഓരോ സ്ഥലത്തെയും പുരോഹിതർ ഇതിന് നേതൃത്വം നൽകുകയും അടക്കം ചെയ്യുന്നു. 7 മണിയോടുകൂടി തന്നെ മസ്ജിദുകളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ പ്രഭാഷണം നടക്കുന്നൊരു സമയമാണ്. അതിനുശേഷം പൂർണ്ണമായും തന്നെ വരുന്ന നമസ്കാരങ്ങൾ അവസാനിക്കുകയും ചെയ്യും. മമ്മൂട്ടി ഇവിടെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം നടക്കുകയും ചെയ്തു. വിവിധ കേന്ദ്രങ്ങൾ വിവിധയിടങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പുരോഗമിക്കുകയാണ്. ഡാനി എന്തായാലും അവിടെ തുടരുക. മറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആഘോഷത്തിന്റെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ പെരുന്നാൾ കാഴ്ചകളിലേക്കും പ്രാർത്ഥനാ ചടങ്ങുകളുടെ വിശദാംശങ്ങളിലേക്കും ഒക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. വേഗം തിരികെ എത്താം. പൊതുവിലും വിമർശനമുയർന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം ഒട്ടും മികച്ചതല്ല. അതിൽ CPI മന്ത്രിമാരുടെ ഭേദമില്ല. CPI മന്ത്രിമാരുടെ വകുപ്പുകളിലും മോശം പ്രവണതകളും മോശം പ്രവർത്തന രീതിയുമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ പൊതുവിൽ നിരാശാജനകമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചതെന്ന് CPIയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നായി ചൂണ്ടിക്കാട്ടുന്നതും ഈ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് നേതാക്കൾ പറയുന്നു. മറ്റൊരു കാരണമായി യോഗത്തിൽ ഉയർന്ന വിമർശനം ന്യൂനപക്ഷ പ്രീണനമാണ്. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് LDFും നടത്തുന്നത്. പ്രത്യേകിച്ചും പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ നടത്തിയ സമരങ്ങൾ, റാലികളൊക്കെ രാഷ്ട്രീയ ക്യാമ്പയിന് അപ്പുറത്തേക്ക് മതസംഘടനകളുടെ യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ എഴുന്നേൽക്കുക കൂടുതലായും മതനേതാക്കളും മതപണ്ഡിതന്മാരുമാണ്. അത് ശരിയായ കീഴ്വഴക്കമല്ല. അതാണ് തിരിച്ചടിയായത്. ഇടതുമുന്നണിയുടെ അടിത്തറയായ ഹൈന്ദവ വോട്ടുകൾ, ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ ഈഴവ വോട്ടുകളും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും ചോർന്നു. അത് BJPയിലേക്ക് വലിയ തോതിലും കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയി. അവിടുന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം. തിരുവനന്തപുരത്തടക്കം പാർട്ടി വളരെ പിന്നിൽ പോകാൻ കാരണം, മുന്നണി വളരെ പിന്നിൽ പോകാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും പൂർണ്ണമായും UDFിലേക്ക് പോയതുകൊണ്ടാണെന്ന് ത്യാഗസ്മരണയിൽ സംസ്ഥാനത്ത് ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷമാണ്. ഈദ്ഗാഹുകളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തെ കാഴ്ചയിലേക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اللهم أنت السلام. ربنا آتنا في الدنيا حسنة وفي الآخرة على سيدنا محمد وعلى آله وصحبه ത്യാഗസ്മരണയിൽ നമ്മൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളുടെ കാഴ്ചകളും ആണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ നിന്ന് MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, പാളയം ജുമാ മസ്ജിദിന് സമീപം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ ഈദ്ഗാഹിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ചടങ്ങുകളുടെ മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് മിഥുൻ? ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകർന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഇപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പാളയം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ ഈ ഒരു നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം കുത്തുകയും ഒപ്പം തന്നെ അദ്ദേഹം വലിയ പെരുന്നാൾ സന്ദേശവും വിശ്വാസികൾക്കായി കൈമാറുകയും ചെയ്യും. നമുക്കറിയാം ഈ ഹജ്ജ് തീർത്ഥാടന ഭാഗമായുള്ള വലിയൊരു ആഘോഷം കൂടിയാണ് ഈ ഒരു ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ ബക്രീദായി ആഘോഷിക്കുന്ന ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആഘോഷം രീതികളെ കുറിച്ചും സസ്യതകളെ കുറിച്ചും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഏകദേശം 1000-ലധികം വിശ്വാസികളാണ് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അല്പസമയത്ത് മുമ്പാണ് 7 കൂടാണ് ഇവിടുത്തെ നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. മതവിശ്വാസികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച ത്യാഗത്തിന്റെയും സ്മരണയും പുതുക്കി അവർ ഈ ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കാൻ അല്പസമയത്തിനകം തന്നെ പാളയം ഇമാം VP സുഹൈബ് മൗലവി വിശ്വാസികൾക്കായി ഈ ഒരു വലിയ പെരുന്നാൾ സന്ദേശം നൽകും. ആ സന്ദേശം ഏത് തരത്തിലാകുമെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ തവണയും പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ ഒരു സന്ദേശത്തിൽ. ഇത്തരത്തിൽ ഉള്ള ഒരു സന്ദേശമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വിശ്വാസികളെല്ലാം തന്നെ ഒത്തുചേർന്ന് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. നാടും നഗരവും ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിന്റെ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരികയായിരുന്നു. തൊട്ടടുത്തുള്ള പാളയം ജുമാ മസ്ജിദിൽ ആയിരുന്നു നേരത്തെ മുൻകാലങ്ങളിൽ സ്ത്രീകൾക്കായി അവർക്ക് പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് അവിടെ തന്നെ ആ സ്റ്റേഡിയത്തിനകത്ത് തന്നെ രണ്ടുപേർക്കും സെപ്പറേറ്റായി അതിന് നമസ്കാരം ചെയ്യാനുള്ള അവസരം കൂടി ഒരുക്കിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു സന്ദേശം VP സുഹൈബ് മൗലവി പാളയം ഇമാം നൽകുക. അറിയാം. ശരി, MG മിഥുനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് അവിടെ നിന്ന്. അനീഷ്, ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. എന്താണ് അവിടെ നിന്നുള്ള പെരുന്നാൾ വിശേഷങ്ങൾ? ആഘോഷം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ബലിപ്പെരുന്നാൾ. ജില്ലയുടെ എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട പള്ളികളിലൊക്കെ ഇന്ന് നമസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ കോഴിക്കോട് ബീച്ചിലും മറ്റുമൊക്കെ സംയുക്തമായി ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വലിയ മഴയ്ക്കൊക്കെ ഉള്ള സാധ്യതകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഉള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഇത്തവണ പള്ളികൾ കേന്ദ്രീകരിച്ചാണ്, പ്രധാന വിഭാഗങ്ങളുടെ എല്ലാം പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. നിസ്കാരത്തിനായി, ഈ പെരുന്നാൾ നമസ്കാരത്തിനായി ആളുകൾ, വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗം കൂടിയായുള്ള വലിയ ആഘോഷമായി കൂടിയാണ് വലിയ പെരുന്നാൾ
ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ആഘോഷമായി തന്നെ ഇസ്ലാം മതവിശ്വാസികൾ ഇതിനെ കരുതുന്നു. പുതിയ കുപ്പായങ്ങൾ ധരിച്ച് പരസ്പരം ആശംസ വാചകങ്ങളൊക്കെ ചൊല്ലിയാണ് ആളുകൾ പള്ളികളിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം ഇന്നത്തെ വലിയ പെരുന്നാൾ ദിന സന്ദേശവും പുരോഹിതന്മാർ നൽകും. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ഇസ്ലാം മത ആരാധനാലയങ്ങളിലും ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വിശ്വാസികൾ ഓരോരുത്തരായി പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒക്കെ ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും ചടങ്ങുകൾ, പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ പാളയം ഇമാം സുഹൈബ് മൗലവി സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹുവോട് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി, അല്ലാഹുവോട് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ആദ്യമായി ലഭിച്ച അരുമ സന്താനം. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ, തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിന് തനിക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അല്ലാഹു ദിവ്യബോധനം നൽകുന്നു. ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹിസ്സലാമിയെ സമർപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറെടുക്കുന്നു. പ്രിയ പിതാവേ, അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾ എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് ആ പിഞ്ചോമന വിനയാന്വിതനായി ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നു. എന്നാൽ ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യക്കുഞ്ഞിനെയോ ബലി നൽകുക എന്നത് ദൈവിക ശാസനയുടെ ഉള്ളടക്കമായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് അല്ലാഹുവോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് അല്ലാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വളരെ ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാഫാത്തിൽ 103 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു പറയാൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമയെ ഇബ്രാഹിം അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിഞ്ഞു കിടന്നപ്പോ അല്ലാഹുവിന്റെ കൽപ്പന എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് സന്നദ്ധനായി സമർപ്പിതനായി ഇസ്മായിൽ അലൈഹിസ്സലാം കിടന്നുകൊടുത്തപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹു പറയാണ്, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്. ഇസ്മായിലിനെ എന്നല്ല, ലോകത്തൊരു മനുഷ്യക്കുഞ്ഞിനെയും കുരുതി കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയുടെ താല്പര്യമല്ല, മറിച്ചത് അല്ലാഹുവിന്റെ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അല്ലാഹു പറയാണ്, അത് സദ്ദഖത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അത് സദ്ദഖത റുഅ്യ, നിശ്ചയം നീ സ്വപ്നത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു, യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ആ ദിവ്യബോധനത്തിന്റെ ഉള്ളടക്കമനുസരിച്ച് നീ പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയം ഇത് വ്യക്തമായ പരീക്ഷണം മാത്രമായിരുന്നു. വഫദൈനാഹു ബിദബ്ഹിൻ അളീം, അങ്ങനെ അല്ലാഹു തആല മഹത്തായ ഒരു ഉരുവിനെ ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് പകരമായി നൽകി, ഇസ്മായിൽ അലൈഹിസ്സലാമിക്ക് പകരമായി നൽകി എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. ആ ഉരുവിനെ അറുക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന്റെ ഓർമ്മയായിട്ടാണ്, ആ ഉരുവിനെ അറുക്കുന്നതിന്റെ മാതൃകയായിട്ടാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ദിനത്തിൽ, അതല്ലെങ്കിൽ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങളിൽ ബലികർമ്മം അഥവാ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഖുർആന്റെ ആജ്ഞയാണ്. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, ബലികർമ്മം നിർവഹിക്കുക കൂടി വേണം. ഫസ്വല്ലി ലിറബ്ബിക,
നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, നീ ബലികർമ്മം നിർവഹിക്കുകയും വേണം. ബലികർമ്മം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന പ്രതീകാത്മകമായ വലിയ ആരാധനയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഈദുൽ അദ്ഹ ദിനത്തിലെ സുപ്രധാനമായ ആരാധനയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. പ്രതീകാത്മകമായി വലിയൊരാശയത്തെയാണ് ബലികർമ്മം മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു നൽകിയ സന്താനത്തെക്കാളും അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ സമ്പത്തിനേക്കാളും നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അനുഗ്രഹദാതാവായ അല്ലാഹുവിനെയാണെന്ന വലിയ സന്ദേശമാണ് ബലികർമ്മം പ്രദാനം ചെയ്യുന്നത്. ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹുവിന് ലഭിക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിന് ലഭിക്കുക. നിങ്ങൾക്ക് അല്ലാഹുവോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നത് മാത്രമാണ് അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കുക, അവന്റെ ആജ്ഞകൾ പാലിക്കുക, അതാണ് പരമപ്രധാനമായത്. അതിനർത്ഥം മനുഷ്യരെ വെറുക്കുക എന്നതല്ല. മനുഷ്യരിൽ നിന്നോ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ അകന്നു നിൽക്കുക എന്നതുമല്ല. മനുഷ്യരെ വെറുക്കുക എന്നതോ മനുഷ്യരെ നിന്ന് അകലുക എന്നതോ ഒരു ദൈവകൽപ്പനയുടെയും താല്പര്യമല്ല. മറിച്ച് അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ് അല്ലാഹുവിന്റെ ആജ്ഞയുടെ പൊരുൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പരമമായി സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ വിശ്വാസികളാവുന്നില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അല്ലാഹുവിനെ നിങ്ങൾ പരമമായി എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുന്നില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം നേടിയെടുക്കാൻ സാധിക്കും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. സമാധാനത്തിന്റെ ആശീർവാദമാണ് സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, അവന്റെ ഭാഗത്തുള്ള സമൃദ്ധിയും അവന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ. ലോകർക്ക് മുഴുക്കയുമാണ് ഈ അഭിവാദ്യം എന്ന് പറയുന്നത്. അലാമൻ അറത്തവമല്ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സമാധാനത്തിന്റെ ആശീർവാദം നീ നേരുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ വിശദീകരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെരുന്നാളുകൾ. അത് ബലിപെരുന്നാളാണെങ്കിലും അത് ഈദുൽ ഫിത്ർ ആണെങ്കിലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ, രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. നമുക്കറിയാം, തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു
ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം സ്ഥലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അത് നിന്ദ്യതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞതും വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമിയാറുണ്ട്. ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടുകൂടിയല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ തകർക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഇത് നിന്ദ്യത ഏറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ്. ആ നിന്ദ്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി, സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും. ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഒരു പക്ഷത്ത് നമ്മൾ പറയുമ്പോ, അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ, വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് NCERTയെ പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു. വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതയ്ക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ,
എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ ബലിപെരുന്നാൾ ദിനത്തിൽ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതിനോടൊക്കെ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന പുത്രൻ ഇസ്മായിലിനെയും അതുപോലെ തന്നെ തന്റെ പ്രിയതമ ഹാജറ ബീവിയെയും മക്കാമണലാരുണ്യത്തിൽ, അന്ന് ആരാരുമില്ലാതിരുന്ന മക്കാമണലാരുണ്യത്തിൽ, വിജനമായ മക്കാമണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ നടത്തുന്ന 2 പ്രാർത്ഥനകളുണ്ട്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ 2 പ്രാർത്ഥനകൾ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിജിൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വർദ്ദഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള ആളുകൾക്ക് യഥേഷ്ടം വിഭവങ്ങൾ നൽകണമേ, ഭക്ഷണം നൽകണമേ. നിർഭയത്വമുള്ള സുഭിക്ഷതയുള്ള സന്തോഷം വിളയാടുന്ന ഒരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം കൂടി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആവാഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാടിന് നിർഭയത്വവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുക്കയും നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാഥൻ തുറന്നു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയേണ്ടി വരും. കാരണം അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ബലിപെരുന്നാളാണല്ലോ ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിയ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. നമുക്കറിയാം, വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയിൽ നിന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. രാജ്യത്തൊരു സമുദായം വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നും തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും കെട്ടുതാളിയും വരെ കൊടുക്കാൻ പോകുന്നു എന്നുമുള്ള കൊടുംവർഗീയത നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ല, വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു. നമുക്കുറക്കെ പറയാം, ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന, നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗതമാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആല അഹങ്കാരികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല. രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ വർഗീയത കൊണ്ടോ തീവ്രവാദം കൊണ്ടോ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്നു ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയ ഒരു സവിശേഷമായ സാഹചര്യം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവരെ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവും പിന്നോക്കവുമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാർ റിപ്പോർട്ട് സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അതോടൊപ്പം അല്ലറ ചില്ലറ പുരോഗതിയൊക്കെ മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല.
എന്നാൽ അതേതെങ്കിലും ഗവൺമെന്റിൽ നിന്നോ അനർഹമായത് നേടിയത് കൊണ്ടല്ല. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം ആ പുരോഗതിയുടെ പിന്നിലുണ്ട്. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം മുസ്ലിങ്ങൾ നേടിയെടുത്ത പുരോഗതിയുടെ പിന്നിലുണ്ട്. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ നേടിയെടുക്കുന്ന പുരോഗതിയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളും ആ പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ട് ഉയർത്തിവിട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ്. ഇതിനെയാണ് ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നുള്ള സിദ്ധാന്തം. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെയൊന്നും സമൂഹത്തിന്റെ സൗഹൃദം തകർന്നു പോവാൻ പാടില്ല. സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിക്കാൻ പാടില്ല. അതിനാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ പ്രചരണങ്ങളെ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. കൃത്യമായ ഡാറ്റ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിടണം. ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗങ്ങളും എന്തെല്ലാം നേടി, എന്താണ് അവരുടെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് അധികാരത്തിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ട്, സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക. അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. സഹോദരങ്ങളെ, അധികാരങ്ങളും വിഭവങ്ങളും മാറി എത്രത്തോളം കൈവശം വെച്ചിരിക്കുന്നു എന്നതിന്റെ ആധികാരിക രേഖകൾ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്നതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനും ഇത്തരം കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ചില സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതായത് ശരിയായ വാക്കുകൾ പറയുക, ആളുകളെ പ്രകോപിതരാക്കാതിരിക്കുക, പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാര്യങ്ങൾ പറയണം, പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം. ശരിയായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കുന്നതാണ്. നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു വരുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയം അയാൾ വ്യക്തമായ വിജയം കൈവരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളോടൊപ്പം വലിയ പ്രയാസങ്ങളും ഈ പെരുന്നാൾ ദിനത്തിലുണ്ട്. ഫലസ്തീനിലെ ഗസയിലും റഫയിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അവയിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്നത്. വെടിയൊച്ചകൾ നിലക്കാതെ, അന്നമില്ലാതെ, അപ്പമില്ലാതെ, അഭയമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ ഫലസ്തീൻ ജനത കഷ്ടപ്പെടുകയാണ്. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. പരീക്ഷണങ്ങളിലൂടെ ചിലരെ കടഞ്ഞെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പെരുന്നാളിന്റെ ചരിത്ര പുരുഷൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിൽ തുരുതുരാ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമത്തെ ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചത്. സുഹൈബ് മൗലവി ഈദ് സന്ദേശം നൽകുകയായിരുന്നു. സമകാലിക വിഷയങ്ങളിൽ പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ആയി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരൊഴിവാക്കിയതും ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് അതിക്രമം നടക്കുമ്പോൾ ഭരണകർത്താക്കൾ നിഷ്ക്രിയമാകുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വർഗീയതയ്ക്ക് കിട്ടിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. പ്രധാനമന്ത്രിയെ നിശിതമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വർഗീയത പറഞ്ഞവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടപ്പോൾ ഇത് മതേതരത്വം പുഞ്ചിരിക്കുന്ന
ബലിപ്പെരുന്നാളായി മാറുന്നു എന്നുകൂടി ഇമാം പറയുകയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നതടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശ സംസാരം അത് പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ EP സുഹൈബ് മൗലവി പാളയം ഇപ്പോൾ ഈദ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം ഈ ഈദ് സന്ദേശത്തിലൂടെ അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സഹോദര്യവും സഹോദര്യവും ശക്തിപ്പെടുത്തണം, ഒപ്പം തന്നെ ഈ രാജ്യത്തെ പൊതുബന്ധത്തിന്റെ ഫലം അത് ആശ്വാസം നൽകുന്നതാണെന്ന് EP മൗലവി വ്യക്തമാക്കുന്നു. കാരണം രാജ്യത്തിന്റെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ അത് കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്നും വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കൂടാതെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് വ്യക്തമാക്കുന്നത്. കർഷകരോഷം, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യമില്ലായ്മ, തൊഴിലില്ലായ്മ ഇതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്തു. കൂടാതെ അയോധ്യ നിർമ്മിച്ച സ്ഥലത്ത് പോലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥിതിവിശേഷമുണ്ടായി. കൂടാതെ വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് തവണ ഉണ്ടായത് എന്നും പാളയം ഇമാം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ തന്നെ ചരിത്രത്തെ കാൽവൽക്കരിക്കാനുള്ള ഹോട്ടലിൽ നിന്ന് NCERT പിന്മാറണമെന്നൊരു ആവശ്യമുണ്ട്. കാരണം നേരത്തെ ഈ കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം, NCERT നിന്ന് ബാബരി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി പ്രതികരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആര്യ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ മണിപ്പൂർ കലാപം അത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. മാസങ്ങൾ നീണ്ട കലാപം നടന്നിട്ടും മണിപ്പൂരിലെത്തി സമാധാനം സ്ഥാപിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നും EP സുഹൈബ് മൗലവി കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഭരണകൂടം ഇവിടെ നിഷ്ക്രിയരായിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരായ വിധിയെഴുത്താണ് പിന്നീട് മണിപ്പൂരിൽ കണ്ടത്. അവിടെയുള്ള 2 സീറ്റുകളിലും വിജയിക്കാൻ ഭരണമുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതൊക്കെ വലിയ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയില്ലെന്ന തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ അധികാരികൾ പറഞ്ഞു. അതായത് പ്രധാനമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്തു. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലൊക്കെ തന്നെ ആദ്യം 3 ഘട്ടത്തിൽ പിന്നീട് പ്രധാനമന്ത്രി വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി നമ്മൾ കാണുകയും ചെയ്തത് സത്യമാക്കുകയും ചെയ്തുകൂടിയാണ്. അതാണ് അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ EP സുഹൈബ് മൗലവി നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. അതായത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മുദ്രാവാക്യം അത് ഏറ്റെടുത്തുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അമിതമായ ആത്മവിശ്വാസം നമ്മളെ വഞ്ചിതരാക്കരുത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും എടുത്തു കാണിക്കപ്പെടുന്നത്. കൂടാതെ ഈ ന്യൂനപക്ഷ പീഡനം അത് സർക്കാർ നടത്തുന്നു എന്ന് പറയുന്നതിനെതിരെയും പാളയം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റടക്കം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് നൽകിയത്. ഭൂരിപക്ഷത്തിനും പ്രധാനമായും സീറ്റുകളടക്കം നൽകിയതല്ല എന്നുള്ള പരാമർശം വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഇതിനെതിരെ കൂടി പാളയം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അതായത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും ആളുകൾ പറയുന്നുണ്ട്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ഈ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ചെയ്യുന്നത്. അതിലൊന്നും തന്നെ വീട് പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജാതി സെൻസസ് നടപ്പിലാക്കണം. ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യം അദ്ദേഹം പറയുന്നു. കൂടാതെ പലസ്തീൻ ജനങ്ങൾ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദുരിതക്കാഴ്ചകളെ കുറിച്ചും അദ്ദേഹം ഈ ഒരു ഈദ് സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പമില്ലാതെ അഭയമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഏകദേശം 10,000-കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ കഴിയുന്നുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് ലോകത്തിന്റെ നായക പദവി ലഭിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ എവരെയും ദുഃഖിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിരുന്നു കുവൈറ്റിൽ ഉള്ള ദുരന്തത്തിൽ 50-ഓളം പേർ മരണപ്പെട്ടതിൽ 24 പേർ മലയാളികളായിരുന്നു. ആ ഒരു സംഭവം ദൗർഭാഗ്യമായിട്ടുള്ള സംഭവമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പ്രവാസികൾ നാടിന്റെ നട്ടലിലാണ്, മനുഷ്യരുടെ കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു ഈദ് സന്ദേശത്തിൽ EP സുഹൈബ് മൗലവി പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പാളയം ഇമാം ഈദ് സന്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബലിക്കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലും ഒക്കെയായി ബലിപ്പെരുന്നാൾ ആഘോഷ നിറവിലാണ് വിശ്വാസികളുള്ളത്. രാജ്യത്താകമാനം ആഘോഷ നിറവാണ് ഇപ്പോൾ ഉള്ളത്. വടക്കേ ഇന്ത്യയിലും ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടെ ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. എന്തായാലും രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്കെല്ലാം എല്ലാ വിശ്വാസികൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈദ് ആശംസകൾ നേർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം
മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈദ് ആശംസകൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത് നന്മയുടെ കാഴ്ചകൾ കൂടിയാണല്ലോ അല്ലേ? അപ്പോൾ ചില നല്ല കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോഡൂരിലെ ഡോക്ടർ KT റഹീബുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യക്കിറ്റുകളാണ് പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത്. വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള ചേർത്തുപിടിക്കലിന്റെയും പെരുന്നാൾ മധുരം പങ്കുവച്ചത്. മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ മനുഷ്യൻ എക്കാലത്തും പ്രതിജ്ഞാബദ്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഓർമ്മപ്പെടുന്നത്. മതഭേദമന്യേ കോഡൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും KT റബിയുള്ളയുടെ പെരുന്നാൾ സമ്മാനമെത്തി. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി റബിയുള്ള ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട്. ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാതും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസേൻ്റെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഞങ്ങളെ ഈ കോഡൂർ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകൾക്കും. ഞങ്ങൾക്കൊക്കെ ഇത് ഇയാള് പിന്നെ റബിയുള്ളൊക്കെ ഒരു ദൈവതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്ര സഹായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിയുള്ളയുടെ കൈത്താങ്ങ്. കിടപ്പുരോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിതവേദനയിൽ ഉരുകുന്ന ആർക്കും അത്താണി കൂടിയാണ് 700-ലധികം ഡോക്ടർമാർ ഉൾപ്പെടെ 10,000-ൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ KT റബിയുള്ള. 21 വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത്. അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാവും വിധത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന ദൗത്യം കൂടിയാണ് റബീഹുള്ള ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇനി നമുക്കൊരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം. അതിശയിപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഖുറാനിലെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്ന ഇന്ദുലേഖയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൊണ്ടോട്ടി മുണ്ടക്കുളം സ്വദേശിനിയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഇന്ദുലേഖ കേട്ടു പഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. അതീവ സ്ഫുടതയോടെ ഖുറാനിലെ അധ്യായമായ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ് ഇന്ദുലേഖ. അറബിക് ഭാഷയും ഖുറാനും പഠിച്ചിട്ടില്ലാത്ത ഈ കൊച്ചുമിടുക്കി കേട്ടു പഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. UKG മുതൽ കൊണ്ടോട്ടി എക്കാപ്പറമ്പ് മർക്കസുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഇന്ദുലേഖ സ്കൂളിലെ ദിവസവുമുള്ള പ്രാർത്ഥനയായ ഫാത്തിഹ സൂറത്ത് കേട്ടാണ് പാരായണം ചെയ്തു തുടങ്ങിയത്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപകനായ അസ്ഹർ ഇന്ദുലേഖ പാരായണം ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് മകളുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞതെന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ് ഇന്ദുലേഖ. ഫാത്തിഹയിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കൊയറായിട്ട് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടാവും, മലയാളത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാത്തിഹ ആദ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിനോടൊരു താല്പര്യം കൂടി. അപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അവളത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പോരാത്തതിന് നമുക്ക് പാരൻസിന് അറബിക്കിനോട് വലിയ താല്പര്യമുണ്ട്. പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും. ഇപ്പോൾ ഏതൊരു ഭാഷയാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണല്ലോ, ഒരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കിനും ഒന്ന് ഇരുത്തി നോക്കി, അറബിക്കിന് മാത്രമായിട്ട് ഒന്ന് ക്ലാസ്സിൽ ഇരുത്തി നോക്കി. അപ്പോൾ അവൾ പെട്ടെന്ന് ഇപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക് ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ്. പോരാത്തതിന് അഡീഷണൽ ആയിട്ട് അവൾക്ക് മ്യൂസിക്കിലും വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ നല്ല ട്യൂണിലാണ് ഈ ഫാത്തിഹ മോർണിംഗിൽ കേൾക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അവൾ ക്രമേണ ഇത് പഠിച്ചു തുടങ്ങി. ചില സമയത്ത് പല സമയങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും.
അധ്യാപികയായ അമ്മ വർഷയും സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അച്ഛൻ ഷിജുവും കലാകാരാണ്. അമ്മ വർഷ സംഗീതത്തിലും ഷിജു അനുകരണ കലയിലുമാണ് ശ്രദ്ധേയർ. സംഗീതം ഇഷ്ടമുള്ള ഇന്ദുലേഖ 2.5 വയസ്സ് മുതൽ മാതാപിതാക്കൾക്കൊപ്പം പാടാൻ ആരംഭിച്ചിരുന്നു. ഏതു ഭാഷയും അനായാസം മനസ്സിലാക്കുന്ന ഇന്ദുലേഖയ്ക്കും അച്ഛനമ്മമാർക്കും അറബിക് ഭാഷയോടാണ് താല്പര്യം. ന്യൂസ് 18 തിരൂർ. ഏറെ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സൃഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവ ഐക്യത്തിന്റെ ആഘോഷമാണ് ബലിപ്പെരുന്നാൾ എന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അഹന്തയെ ദൂരെ എറിഞ്ഞ് അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും പരമമായ വിജയതീരത്തേക്കടുക്കാനുള്ള വിശുദ്ധ ദിനങ്ങൾ സ്നേഹ കൈമാറ്റത്തിലൂടെയും അപരസ്വാന്തനത്തിലൂടെയും ധന്യമാക്കണമെന്നും തങ്ങൾ പറഞ്ഞു. ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് സന്തോഷത്തിന് നൽകിയ 2 പെരുന്നാളുകളാണ്, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. നമ്മുടെ ആഘോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. കൊല്ലം കൊട്ടാരക്കരയിലെ ഹസ്ബുള്ളയുടെ 5 പശുക്കൾ ചത്തത് വയർ വീങ്ങിയെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. 9 പശുക്കൾ അവശനിലയിലാണ്. നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകാമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചെങ്കിലും കർഷകനത് നിരസിച്ചു. ഹസ്ബുള്ളയുടെ ഫാമിലെ 5 പശുക്കളെ ചത്ത നിലയിലും 9 പശുക്കൾ അവശനിലയിലുമായിരുന്നു. കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. സംഭവസ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചു. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വണ്ടി വിട്ടുകൊടുക്കാൻ. അന്നേരം അവിടെ നിന്ന് വണ്ടി വിളിച്ചു ഉച്ചയ്ക്ക് നടന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകാമെന്ന് അറിയിച്ചെങ്കിലും കർഷകൻ നിരസിച്ചു. നമുക്കൊരു വിഷയം വേണ്ട. 15,000 മുണ്ട് ഉരിച്ചിട്ടുന്ന റോഡിരുന്ന പാവങ്ങൾ വരൂല്ലേ, സർക്കാരിന്റെ ഇത് 15,000 ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു കളിയില് ഓരോ ഒന്നും തരാത്തമാരൊക്കെ വെളുന്നൽ പഞ്ചായത്ത് ആര് വന്ന് ഒരു കളിയിലിനോണ്ട് കൊടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്റെ പേപ്പർ ഇന്നും അവിടെ ഇരിപ്പുണ്ട്. പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വയർ വീങ്ങി പശുക്കൾ ചത്തതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു. പ്രവാസിയായിരുന്ന ഹസ്ബുള്ള 5 വർഷമായി പശുഫാം നടത്തി വരികയായിരുന്നു. 35 പശുക്കളാണ് ഫാമിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. തീർത്തും ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് കർഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് പേരിന് ഒരു നഷ്ടപരിഹാരം നൽകുന്നതിനപ്പുറം അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു കർഷകന്റെ യാതനയിലേക്ക് തന്നെയാണ്, കർഷകരുടെ യാതനയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ പച്ചക്കറി ഉൽപാദനത്തിൽ മെച്ചപ്പെട്ട വില ലഭിച്ചിട്ടില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിക്കുമ്പോഴും ആനുപാതികമായി വില ലഭിക്കാതെ കർഷകർ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതേസമയം മാർക്കറ്റിൽ എത്തുമ്പോൾ പച്ചക്കറി വില കുതിച്ചുയരുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പച്ചക്കറി വില നോക്കുക. ഏറിയും കുറഞ്ഞുമങ്ങനെ നിൽക്കുകയായിരുന്നു. ഉൽപാദനം കുറയുമ്പോൾ കുത്തനെ വില ഉയരും. പക്ഷേ കർഷകർക്ക് കാര്യമായ മെച്ചമുണ്ടാകാറില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉൽപാദന ചെലവ് 4 ഇരട്ടിയിലധികം വർദ്ധിച്ചു. തൊഴിലാളി വേതനം, പാട്ടത്തുക, വളം, കീടനാശിനി, കളനാശിനി എന്നിവയുടെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഉപഭോക്താവ് കൂടിയ വില നൽകി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നുമുണ്ട്. ഇടനിലക്കാർക്കാണ് ഇവിടെ ലാഭം. കർഷകന് കിട്ടുന്നത് തുച്ഛമായ തുകയും. 1 കിലോ തക്കാളിക്ക് 50 രൂപയാണ് വിലയെങ്കിൽ കർഷകന് ലഭിക്കുന്നത് 20 രൂപ മാത്രം. ഉൽപാദന ചെലവാകട്ടെ 15 രൂപ മുതൽ 20 രൂപ വരെയും. ഇങ്ങനെയൊക്കെയാണ് വില നിലവാരം. എൻ്റെ കയ്യിൽ നിങ്ങൾ പറയുമ്പോൾ 2010 മുതലുള്ള ബില്ലുണ്ട്. അന്നത്തെ ബില്ലും ഇന്നത്തെ ബില്ലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം, 2 രൂപ 3 രൂപയുടെ മാറ്റം പച്ചക്കറി 10 കൊല്ലം 15 കൊല്ലത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കയറിയിട്ടുള്ളൂ. അന്ന് മരുന്നും ആ പണിക്കൂലിയും വളവും ഇതൊക്കെ 3 ഇരട്ടിയായി കഴിഞ്ഞു. കൃഷിയിൽ നിന്നും നമ്മളിപ്പം ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല. തക്കാളിക്ക് ഇപ്പോൾ എന്തെന്ന് അറിഞ്ഞില്ല. തക്കാളി നമുക്ക് ഉൽപ്പാദന ചെലവിന് 15 രൂപ 15, അത് കാലവർഷം പുറത്ത് 15, 18 17 ഒരു കാലത്തും 12, 10 ഉൽപ്പാദന ചെലവ് കുറയില്ല. ചിലവ് വിൽക്കണം തന്നെ ചിലപ്പോൾ താഴെ വരും. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ 50 രൂപ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കസ്റ്റേജ് ഒരു 25 രൂപ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇടയിലുള്ള ആൾക്കാരെ കൊണ്ടുപോകും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതോടെ വില ഉയർന്നിട്ടുണ്ട്.
എന്നിരുന്നാലും ഇവിടുത്തെ കർഷകർക്ക് തുച്ഛമായ തുകയുടെ മാറ്റമേ ഉണ്ടാകുന്നുള്ളൂവെന്നതാണ് വസ്തുത. സർക്കാർ നേരിട്ട് പച്ചക്കറി സംഭരിക്കുമ്പോഴും കർഷകർക്ക് മാത്രം കാര്യമായ ഗുണമുണ്ടാകാറില്ല. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് ഇതിന്റെ ഗുണമൊന്നും കാര്യമായി തന്നെ ലഭിക്കുന്നില്ല. കാരണം ഇടനിലക്കാർ നല്ലൊരു പങ്കും കൊണ്ടുപോകുന്നു. ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിക്കുമ്പോഴും കർഷകർ ഇവിടെ കൃഷി നിലനിർത്താൻ വേണ്ടി വലിയ പോരാട്ടം തന്നെ നടത്തുകയാണ്. RV പുതൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18. അപ്പോൾ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നും കൊടയെടുക്കാൻ മറക്കണ്ട എന്നുള്ളതാണ്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഒക്കെ ന്യൂസ് 18 ഒപ്പം തന്നെ തുടരുക. നമസ്കാരം. ായി PP സുനീർ